ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിസ്സലേനിയസ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ് എടുത്തത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. 629 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ടിക്ക് ചെയ്തൊക്കെ എല്ലാ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്ന ഒരു പക്ഷേ തെറ്റ് വരാം, കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മൾ 1 മുതൽ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ആൻസേഴ്സിൽ കറക്റ്റ് അല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഓഫായി പോകാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരവസ്ഥ വരാറില്ല മൈക്കിൽ, ആ ചാർജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓഫായി പോകാറുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റി പോകാറുണ്ട്. അപ്പോൾ അത് ദയവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, ദയവ് ചെയ്ത് ക്ഷമിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. കുറേ വീഡിയോസിലൊക്കെ അത്തരത്തിലുള്ളൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. ഈ വീഡിയോ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അഡ്വാൻസ്ഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമൻസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ ഒപ്പം തന്നെ നിർബന്ധമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കറക്റ്റായിട്ട് തന്നെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. മൈക്കൊക്കെ ഒരു പക്ഷേ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോവാറുണ്ട് ചില ടൈമിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓഫായി പോകുന്നതാണ്. അപ്പോൾ ചില സ്ഥലത്ത് സൗണ്ട് അങ്ങോട്ട് ഉണ്ടാവാറില്ല. ഞാൻ ഇതിനു മുന്നേ ചെയ്ത ഈ മിസലേനിയസ് ടോപ്പിക്സ് തന്നെ ചെയ്ത വീഡിയോ തന്നെയാണ് ഈ പറയുന്നത്, ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മുടെ സിറ്റുവേഷൻസ്, വീഡിയോൻ്റെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് പ്രത്യേകം പറയണ്. നമുക്ക് എന്തായാലും ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് നോക്കാം. പിന്നെ വീഡിയോൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. അത് നമ്മൾ ടൈം ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയും, അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ്. ഒറിജിനൽ ആൻസേഴ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. 1, 2, 3, 4, 5, C ഇതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻസും കൂടിയും നമ്മൾ ആൻസേഴ്സ് എല്ലാം ചേർത്തിട്ടുള്ള വീഡിയോസ്. അപ്പോൾ അതൊക്കെ ദയവേത് വാച്ച് ചെയ്യാം. എന്നാലേ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമുള്ളൂ. നമുക്കിതിപ്പോൾ ഇങ്ങനെ കൊടുക്കാനാവുള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്.
1010 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടലി. അപ്പം നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. 629 അക്കാരിയ in ഒബാബാവാസ് പൗനാർ ആശ്രമം ഈസ് ഇൻ. നമുക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, കാരണം നമ്മൾ എന്താ പറയുക, മാർക്കർ പെൻ വെച്ചിട്ട് നമ്മൾ എഴുതിപ്പോയിട്ടുണ്ട്. നമ്മളെന്താ പറയുക, ആൻസേഴ്സൊക്കെ നമ്മൾ ചെയ്തേക്കണ കാരണം കൊണ്ട് നമുക്ക് കറക്റ്റ് ആവുന്നില്ല. പറ്റാവുന്ന പോലെ വായിക്കാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കൊന്നുകൂടി പറയാം. 629 ഏഖറിയ വിനോബ ഭാവ്സ് പൗനൂർ ആശ്രമം ഈസ് ഇൻ എ മഹാരാഷ്ട്ര, ബി ഗുജറാത്ത്, സി ബീഹാർ, ഡി ബംഗാൾ. എ മഹാരാഷ്ട്ര. ആൻസർ എ മഹാരാഷ്ട്ര. ആൻസർ എ മഹാരാഷ്ട്ര. 629 ഏക്കറിയ വിനോബ ഭാവസ് പാനുവാർ ആശ്രമം ഈസ് ഇൻ എ മഹാരാഷ്ട്ര, ബി ഗുജറാത്ത്, സി ബീഹാർ, ഡി ബംഗാൾ. ആൻസർ എ മഹാരാഷ്ട്ര. ഏക്കറിയ വിനോബ ഭാവസ് പൗനുവർ ആശ്രമം ഈസ് ഇൻ എ മഹാരാഷ്ട്ര, ബി ഗുജറാത്ത്, സി ബീഹാർ, ഡി ബംഗാൾ. ആൻസർ എ മഹാരാഷ്ട്ര. ഏക്കറിയ വിനോബ ഭാവസ് പൗനുവർ ആശ്രമം ഈസ് ഇൻ എ മഹാരാഷ്ട്ര, ബി ഗുജറാത്ത്, സി ബീഹാർ, ഡി ബംഗാൾ. ആൻസർ എ മഹാരാഷ്ട്ര. 630 ആഫ്റ്റർ ദ ചൗരി ചൗരി ഇൻസിഡന്റ് ഗാന്ധിജി കോൾഡ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ബിക്കോസ് എ the people were fed up with the movement, b he did not want the movement to turn violent, c he realized that the government had almost crushed the movement, d the masses did not display the desired enthusiasm. Answer b he did not want the movement to turn violent. 631 after the Chowri Chowri incident, in which 22 policemen were killed, a Gandhi started the Dandi March, b Gandhi called off the no tax campaign, c Gandhi withdrew his movement of non-cooperation, d Gandhi went to talk with Viceroy Lord Irwin. Answer c Gandhi withdrew his movement of non-cooperation. 632 Arya Samaj was founded by a Swami Dayananda Saraswati, b Rajaram Mohan Roy, c Swami Vivekananda, d Gopalakrishna Gokhale. Answer a Swami Dayananda Saraswati. 633 Before Delhi, where was the capital of India during the British India? A Lucknow, b Bombay, c Calcutta, d Patna. Answer c Calcutta. 634 Consider the following statements associated with the Great Uprising of 1857. A. It was an organized revolt against the British. B. In this uprising, both Hindus and Muslims joined hands against the British. C. It was a conspiracy. To restore supremacy of native rulers of India. C. It was a conspiracy to restore supremacy of native rulers of India. Of this, A, B and C are correct. B, A and B are correct. C, B and C are correct. D, A and C are correct. Answer B, A and B are correct. Answer B, A and B are correct. A, it was an organized revolt against the British. B, in this uprising, both Hindus and
Muslims joined hands against the British. 635. Who was the viceroy when the Simon Commission visited India? A. Chelmsford, B. Reading, C. Irwin, D. Wellington. Answer C. Irwin. Answer C. Irwin. 636. Who was the viceroy when Queen Victoria was crowned with Kaiser I Hind in Delhi Darbar? 636. Who was the viceroy when Queen Victoria was crowned with Kaiser I Hind in Delhi Darbar? A. Hastings, B. Lytton, C. Elgin, D. Lord Window. Answer B. Lytton. Who was the viceroy when Queen Victoria was crowned with Kaiser I Hind in Delhi Darbar? A. Hastings, B. Lytton, C. Elgin, D. Lord Minto. Answer B. Lytton. 637. Even before the formation of the All India Muslim League, a Muslim political organization known as the Central National Muhammadan Association was formed by A. Nawab Abdul Latif, B. Nawab Mohan al-Malk, C. Sir Syed Ahmad Khan, D. Syed Amir Ali. Answer D. Syed Amir Ali. 637. Even before the formation of the All India Muslim League, a Muslim political organization known as the Central National Muhammadan Association was formed by A. Nawab Abdul Latif, B. Nawab Mohan al-Malk, C. Sir Syed Ahmad Khan, D. Syed Amir Ali. Answer D. Syed Amir Ali. Even before the formation of the All India Muslim League, a Muslim political organization known as the Central National Muhammadan Association was formed by A. Nawab Abdul Latif, B. Nawab Mohan al-Malk, C. Sir Syed Ahmad Khan, D. Syed Amir Ali. Answer D. Syed Amir Ali. 638. From where did Mahatma Gandhi start his historic Dandi March? A. Champaran, B. Sabarmati Ashramam, C. Chauri Chaura, D. Dandi. Answer B. Sabarmati Ashramam. Answer B. Sabarmati Ashramam. 639. Why did Gandhi start the Dandi March? A. To demonstrate against the policies of the British. B. To break the salt law. C. To boycott foreign goods. D. None of this. Answer B. To break the salt law. 640. A London branch of the All India Muslim League was established in 1908 under the presidency of A. Aga Khan, B. Amir Ali, C. Liaquat Ali Khan, D. M.A. Jinnah. Answer B. Amir Ali. 640. A London branch of the All India Muslim League was established in 1908 under the presidency of A. Aga Khan, B. Amir Ali, C. Liaquat Ali Khan, D. M.A. Jinnah. Answer B. Amir Ali. 641. Gandhiji's first Satyagraha campaign in India was started in A. Champaran, B. Bardoli, C. Dandi, D. Baroda. Answer A. Champaran. 642. Home Rule movement was started in Bombay by A. Motilal Nehru, B. S. N. Banerjee, C. Gopalakrishna Gokhale, D. Bal Gangadhar Tilak. Answer D. Balagangadhar Tilak. 643. In 1917, at Champaran, the government forced farmers to undertake A. Indigo cultivation, B. Hallow cultivation, C. Opium cultivation, D. Land sealing. Answer A. Indigo cultivation. 644. In 1942, the Cripps Mission promised to grant A. complete dominion status to India, B. self-government in India, C. provincial government in India, D. Indian government in India. Answer A. Completed dominion status to India.
Answer A. Complete dominion status to India. 645. In 1943, Netaji Subhash Chandra Bose proclaimed the formation of the provisional government of independent India. Azad Hind in 1943, Netaji Subhash Chandra Bose proclaimed the formation of the provisional government of independent India. Azad Hind in A. Rangoon, B. Tokyo, C. Singapore, D. Vienna. Answer C. Singapore. 646. In the freedom movement of India, the year 1930 is associated with the A. Dandi March, B. Jallianwala tragedy, C. Partition of Bengal, D. Chauri Chaura incident. Answer A. Dandi March. 647. In which year did the Dandi March take place? In which year did the Dandi March take place? A. 1930, B. 1935, C. 1942, D. 1945. Answer A. 1930. 648. In which year was the Indian National Congress formed? A. 1835, B. 1885, C. 1901, D. 1875. Answer B. 1885. Answer B. 1885. 649. In which year was the National Liberal Federation of India formed by the moderates? A. 1918, B. 1919, C. 1920, D. 1921. Answer B. 1919. 650. India was partitioned by the A. Cabinet Mission, B. Mountbatten Plan, C. Crupps Mission, D. None of this. Answer B. Mountbatten Plan. 651. Indian National Congress held its first session at A. Lucknow, B. Lahore, C. Madras, D. Bombay. Answer D. Bombay. 652. Jallianwala Bagh massacre occurred in A. 30 January 1918, B. 13 April 1919, C. 14 August 1920, D. 3 July 1930. Answer B. 13 April 1919. 652. Jallianwala Bagh massacre occurred in A. 30 January 1918, B. 13 April 1919, C. 14 August 1920, D. 3 July 1930. Answer B. 13 April 1919. 653. Jallianwala Bagh massacre took place in the city of A. Amritsar, B. Bombay, C. Lahore, D. Hyderabad. Answer A. Amritsar. 654. Khilafat movement resulted in A. Decreases in the differences between Hindus and Muslims, B. Partition of India, C. Hindu-Muslim riots, D. Suppression of Hindus. Answer A. Decrease in the differences between Hindus and Muslims. 655. Lala Lajpat Rai did not write in A. English, B. Hindi, C. Punjabi, D. Urdu. Answer A. English. 655. Lala Lajpat Rai did not write in A. English, B. Hindi, C. Punjabi, D. Urdu. Answer A. English. 656. Lala Lajpat Rai was assaulted by the British during Lala Lajpat Rai was assaulted by the British during സോറി, നമ്മൾ ക്യാമറ ഒന്ന് ശരിയാക്കിയതാണ്. ഒന്നുകൂടി പറയാം. 656. Lala Lajpat Rai was assaulted by the British during
A. The Salt Satyagraha. B. The Civil Disobedience Movement. C. The First War of Indian Independence. D. The protest against the Simon Commission. Answer D. The protest against the Simon Commission. 656. Lala Lajpat Rai was assaulted by the British during A. The Salt Satyagraha. B. The Civil Disobedience Movement. C. The First War of Indian Independence. D. The protest against the Simon Commission. Answer D. The protest against the Simon Commission. 657. Lord Warren Hastings was not associated with A. Rohilla War. B. Chet Singh's case. C. Afghan War. D. Nandkumar's case. Answer C. Afghan War. A. Rohilla War. B. Chet Singh's case. C. Afghan War. D. Nandkumar's case. Answer C. Afghan War. 657. Lord Warren Hastings was not associated with A. Rohilla War. B. Chet Singh's case. C. Afghan War. D. Nandkumar's case. Answer C. Afghan War. Answer C. Afghan War. 658. What did Mahadev Govind Ranade, advocate? സോറി, ഒരു കാര്യം പറയാനുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ക്ഷമിക്കുക, നമ്മൾ ഇത്രയും പറഞ്ഞതിൽ. ഇനി അടുത്ത നോക്കാം. 658. What did Mahadev Govind Ranade advocate besides social service? What did Mahadev Govind Ranade advocate besides social service? A. Extremism. B. British rule. C. Political agitations. D. Peaceful progresses through constitutional means. Answer D. Peaceful progresses through constitutional means. 658. What did Mahadev Govind Ranade advocate besides social service? A. Extremism. B. British rule. C. Political agitations. D. Peaceful progresses through constitutional means. Answer D. Peaceful progresses through constitutional means. 659. Mahatma Gandhi entered into freedom struggle in India in the year A. 1911. B. 1915. C. 1917. D. 1919. Answer B. 1915. Answer B. 1915. 660. Mahatma Gandhi returned to India, leaving South Africa forever in A. 1914. B. 1915. C. 1916. D. 1919. Answer A. 1914. Answer A. 1914. 661. Mahatma Gandhi was assassinated on A. 30 January 1949. B. 30 January 1948. C. 26 January 1948. D. 30 January 1950. Answer B. 30 January 1948. Answer B. 30 January 1948. Answer B. 30 January 1948. 662. Montagu-Chelmsford reforms intended to A. Bring Indians nearer to the government. B. Create a self-governing government. C. Introduce the system of hierarchy. D. Stop Indians from getting higher education. Answer C. Introduce the system of hierarchy. Answer C. Introduce the system of hierarchy. Answer C. Introduce the system of hierarchy. 663. Name the tribe which rose in revolt against the British for suppressing the practice of human sacrifice. A. Naikdas. B. Cons. C. Kugis. D. Oreons. Answer B. Cons.
663 name the tribe which rose in revolt against the British for suppressing the practice of human sacrifice. A. Naikigadas, B. Congons, C. Kugis, D. Oreons. Answer B. Gons. And answer B. Gons. 664. Netaji Subhash Chandra Bose organized the Indian National Army at A. Singapore, B. Jakarta, C. Hong Kong, D. Rangoon. Answer A. Singapore. 665. 665. The non-cooperation movement started in A. 1870, B. 1921, C. 1920, D. 1942. Answer C. 1920. Answer C. 1920. 666. The non-cooperation movement was passed in which section of the Indian National Congresses? A. Kanpur, B. Bombay, C. Nagpur, D. Calcutta. Answer D. Calcutta. Answer D. Calcutta. 667. One of the following who was the President of the Indian National Congresses? A. Vijayalakshmi Pandit, B. Annie Besant, C. Sujata Kripalani, D. Aruna Asif Ali. D. Aruna Asif Ali. Answer B. Annie Besant. 668. Pandit Jawaharlal Nehru was born in the year A. 1889, B. 1899, C. 1900, D. 1914. Answer A. 1889. 669. Quit India movement was launched in A. 1936, B. 1941, C. 1942, D. 1947. Answer C. 1942. 669. Quit India movement was launched in A. 1936, B. 1941, C. 1942, D. 1947. Answer C. 1942. 670. Rajaram Mohan Roy was the founder of A. Arya Samaj, B. Brahma Samaj, C. Ramakrishna Mission, D. Prarthana Samaj. Answer B. Brahma Samaj. Answer B. Brahma Samaj. 671. The second international was attended by A. Firoz Shah Mehta, B. Dadabhai Naoroji, C. Surendranath Banerjee, D. Dinshaw Adalji Waka, D. Dinshaw Adalji Waka. Answer B. Dadabhai Naoroji. 671. The second international was attended by A. Firoz Shah Mehta, B. Dadabhai Naoroji, C. Surendranath Banerjee, D. Dinshaw Adalji Waka, D. Dinshaw Adalji Waka. Answer B. Dadabhai Naoroji. 672. The Young India was edited by A. Jawaharlal Nehru, B. Mahadeva Desai, C. Mahatma Gandhi, D. Acharya Narendra Dev. D. Acharya Narendra Dev. Answer C. Mahatma Gandhi. Answer C. Mahatma Gandhi. 672. The Young India was edited by A. Jawaharlal Nehru, B. Mahadeva Desai, C. Mahatma Gandhi, D. Acharya Narendra Dev. Answer C. Mahatma Gandhi. Spelling mistake ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. 673. The 1857 revolt began with the mutiny of the Shipayus.
Indian soldiers of the East India Company commenced from A. 26 January 1857, B. 15 August 1857, C. 10 May 1857, D. 10 August 1857. Answer C. 10 May 1857. 674. The act which imparted provincial autonomy is A. Indian Council Act 1909, B. Government of India Act 1919, C. Government of India Act 1935, D. Indian Independence Act 1947. Answer C. Government of India Act 1939. Answer C. Government of India Act 1935. 674. The act which imparted provincial autonomy is A. Indian Council Act 1909, B. Government of India Act 1919, C. Government of India Act 1935, D. Indian Independence Act 1947. Answer C. Government of India Act 1935. Answer C. Government of India Act 1935. 675. The Bardoli Satyagraha was conducted under the leadership of A. Vinoba Bhave, B. Sardar Vallabhbhai Patel, C. Jawaharlal Nehru, D. C. Rajagopalachari. Answer B. Sardar Vallabhbhai Patel. 676. The capital of India was shifted to Delhi during the reign of A. Minto, B. Chelmsford, C. Curzon, D. Hardinge. Answer D. Hardinge. 677. The capital of India was shifted from Calcutta to Delhi in the year A. 1902, B. 1907, C. 1911, D. 1912. Answer C. 1911. 678. The Champaran Satyagraha was started by Mahatma Gandhi in the year A. 1915, B. 1917, C. 1919, D. 1923. Answer B. 1917. Answer B. 1917. 678. The Champaran Satyagraha was started by Mahatma Gandhi in the year A. 1915, B. 1917, C. 1919, D. 1923. Answer B. 1917. 679. The civil disobedience movement was led in the northwest frontier province by A. Sheikh Muhammad Abdullah, B. Khan Abdul Ghaffar Khan, C. Dr. M. Ansari, D. Seva Singh Trikriwala. Answer B. Khan Abdul Ghaffar Khan. Answer B. Khan Abdul Ghaffar Khan. A. Sheikh Muhammad Abdullah, B. Khan Abdul Ghaffar Khan, C. Dr. M. Ansari, D. Seva Singh Trikriwala. Answer B. Khan Abdul Ghaffar Khan. Answer B. Khan Abdul Ghaffar Khan. 680. The concrete shape and setting to the communal theory was given when the All India Muslim League was set up in the year A. 1906, B. 1904, C. 1924, D. 1910. Answer A. 1906. 681. The Congress leader who made a systematic study of land revenue systems in India and submitted several
petitions to Lord Curzon suggesting reforms was A. Ferozshah Mehta, B. R.C. Dutt, C. Dadabhai Navroji, D. G.K. Gokhale. Answer B. R.C. Dutt. Answer B. R.C. Dutt. 682. The Cripps mission visited India in A. 1927, B. 1939, C. 1942, D. 1946. Answer C. 1942. Answer C. 1942. 683. The culmination of the traditional opposition to British rule came with the revolt of 1857, which started from A. Allahabad, B. Pune, C. Calcutta, D. Meerut. Answer D. Meerut. 684. Who among the following was the President of the All India States People's Conference in 1939? A. Jayaprakash Narayanan, B. Jawaharlal Nehru, C. Sheikh Abdullah, D. Sardar Vallabhbhai Patel. Answer B. Jawaharlal Nehru. 685. The demand for Pakistan was made by the Muslim League for the first time in A. 1938, B. 1940, C. 1941, D. 1946. Answer B. 1940. 685. The demand for Pakistan was made by the Muslim League for the first time in A. 1938, B. 1940, C. 1941, D. 1946. Answer B. 1940. 686. The first Indian Councils Act was passed in A. 1853, B. 1857, C. 1861, D. 1892. Answer C. 1861. Answer C. 1861. 687. The first national leader to attack the salt tax in Indian legislature was A. G.K. Gokhale, B. Mahatma Gandhi, C. Dadabhai Navroji, D. Ferozshah Mehta. Answer A. G.K. Gokhale. 687. The first national leader to attack the salt tax in Indian legislature was A. G.K. Gokhale, B. Mahatma Gandhi, C. Dadabhai Navroji, D. Ferozshah Mehta. Answer A. G.K. Gokhale. The first national leader to attack the salt tax in Indian legislature was A. G.K. Gokhale, B. Mahatma Gandhi. നമുക്ക് ഒരാഴ്ച പറയാം. 687. The first national leader to attack the salt tax in Indian legislature was A. G.K. Gokhale, B. Mahatma Gandhi, C. Dadabhai Navroji, D. Ferozshah Mehta. Answer A. G.K. Gokhale. 688. The first partition of Bengal under Lord Curzon took place in A. 1901, B. 1950, C. 1905, D. 1907. Answer C. 1905. 689. The first round table conference was held in A. London, B. Edinburgh, C. Dublin, D. Calcutta. Answer A. London. 689. The first round table conference was held in A. London, B. Edinburgh, C. Dublin, D. Calcutta. Answer A. London. 690. The first session of the Indian National Congress was held under the presidency of
A. A.O. Humi. B. Malabari. C. Badruddin Tayabji. D. W.C. Banerjee. Answer D. W.C. Banerjee. 691. With reference to the revolt of the year 1857, who among the following was betrayed by a friend, captured and put to death by the British? A. Nana Sahib. B. Kanwar Singh. C. Khan Bahadur Khan. D. uh, Tantia Topu. D. Tantia Topu. Answer D. Tantia Topu. Answer D. Tantia Topu. 691. With reference to the revolt of the year 1857, who among the following was betrayed by a friend, captured and put to death by the British? A. Nana Sahib. B. Kanwar Singh. C. Khan Bahadur Khan. D. Tantia Topu. Answer D. Tantia Topu. 692. The first split in the Indian national 692. The first split in the Indian National Congresses took place at Surat in the first split in the Indian National Congresses took place at Surat in A. 1905, B. 1907, C. 1920, D. 1929. Answer B. 1907. 693. The first to start a joint stock company trade with India were the A. Portuguese, B. Dutch, C. French, D. Danish. D. Danish. Answer A. Portuguese. Answer A. Portuguese. 694. The first born president of the Indian National Congress was A. Kasturba Gandhi, B. Annie Besant, C. Sarojini Naidu, D. Vijayalakshmi Pandit. Answer B. Annie Besant. 695. The Governor General of Fort William became the Governor General of India under the Charter Act of 695. The Governor General of Fort William became the Governor General of India under the Charter Act of. The Governor General of Fort William became the Governor General of India under the Charter Act of A. 1781, B. 1973, C. 1813, D. 1833. Answer D. 1833. 696. The Great Mutiny of 1857 broke out during the Governor Generalship of A. Lord Wellesley, B. Lord Hardinge, C. Lord Dalhousie, D. Lord Canning. Answer D. Lord Canning. 697. The Indian Independence League was set up by A. Ras Bihari Bose, B. S. M. Joshi, C. Jayaprakash Narayanan, D. Aruna Asif Ali. Answer A. Ras Bihari Bose. Answer A. Ras Bihari Bose. 698. The Indian National Army was formed by A. Mahatma Gandhi, B. Subhash Chandra Bose, C. Balagangadhar Tilak, D. Lala Lajpat Rai. Answer B. Subhash Chandra Bose. 699. The Indian National Congresses represented the views of the microscopic minority in India. This contention was maintained by A. Lord Dufferin, B. Lord Lansdowne, C. Lord Elgin II, D. Lord Curzon. Answer B. Lord Lansdowne. Answer B. Lord Lansdowne. 700. The Indian National Congress was founded by A. W.C. Banerjee, B. A.O. Humi,
C. Mahatma Gandhi. D. Annie Besant. Answer B. A.O. Hume. 701. The Indian National Congress was founded during the viceroyalty of A. Lord Lansdowne, B. Lord Dufferin, C. Lord Ripon, D. Lord Curzon. Answer B. Lord Dufferin. 701. The Indian National Congress was founded during the viceroyalty of A. Lord Lansdowne, B. Lord Dufferin, C. Lord Ripon, D. Lord Curzon. Answer B. Lord Dufferin. 701. The Indian National Congress was founded during the viceroyalty of A. Lord Lansdowne, B. Lord Dufferin, C. Lord Ripon, D. Lord Curzon. Answer B. Lord Dufferin. The Indian National Congress was founded during the viceroyalty of A. Lord Lansdowne, B. Lord Dufferin, C. Lord Ripon, D. Lord Curzon. Answer B. Lord Dufferin. Spelling mistake ദയവേത് ക്ഷമിക്കാം. 702. Under whose presidency was the Lahore session of the Indian National Congress held in the year 1929, wherein a resolution was adopted to gain complete independence from the British? A. Balagangadhar Tilak, B. Gopalakrishna Gokhale, C. Jawaharlal Nehru, D. Motilal Nehru. Answer C. Jawaharlal Nehru. Answer C. Jawaharlal Nehru. 702. Under whose presidency was the Lahore session of the Indian National Congress held in the year 1929, wherein a resolution was adopted to gain complete independence from the British? A. Balagangadhar Tilak, B. Gopalakrishna Gokhale, C. Jawaharlal Nehru, D. Motilal Nehru. Answer C. Jawaharlal Nehru. 703. The Indian National Congress was sponsored in the year by A. W.C. Banerjee in December 1885, B. A.O. Hume, an Englishman and a retired civil servant, in 1885, C. S.N. Banerjee in 1883, D. None of the above. Answer B. A.O. Hume, an Englishman and a retired civil servant, in 1885. Answer B. A.O. Hume, an Englishman and a retired civil servant, in 1885. 704. The Indian National Movement was organized for the first time in A. 1885, B. 1857, C. 1905, 6, D. 1916, 70. Answer C. 1905, 6. Answer C. 1905, 6. 705. Which portfolio was held by Dr. Rajendra Prasad in the Indian government formed in the year 1946? A. Defense, B. External Affairs and Commonwealth Relations, C. Food and Agriculture, D. None of this. Answer C. Food and Agriculture. Answer C. Food and Agriculture. 705. Which portfolio was held by Dr. Rajendra Prasad in the Indian government formed in the year 1946? A. Defense, B. External Affairs and Commonwealth Relations, C. Food and Agriculture, D. None of this. Answer C. Food and Agriculture. 706. Who among the following was proponent of Fabianism as a movement? A. Annie Besant, B. A.O. Hume, C. Michael Madhusudan Dutt,
D. R. Palmi Dutt. Answer A. Annie Besant. 706. Who among the following was proponent of Fabianism? Fabianism as a movement. A. Annie Besant. B. A. Hume. C. Michael Madhusudanan Dutt. C. Michael Madhusudanan Dutt. D. R. Palmi Dutt. Answer A. Annie Besant. 707. The Moplang movement took place in A. Kerala, B. Western UP, C. Bengal, D. Bombay Presidency. Answer D. Bombay Presidency. 708. The Muslim League started demanding a separate nation for the Muslims from the year A. 1919, B. 1929, 25, C. 1929, D. 1940. Answer C. 1929. 708. The Muslim League started demanding a separate nation for the Muslims from the year A. 1919, B. 1925, C. 1929, D. 1940. Answer C. 1929. Answer C. 1929. 708. The Muslim League started demanding a separate nation for the Muslims from the year A. 1919, B. 1925, C. 1929, D. 1940. Answer C. 1929. Answer C. 1929. 709. Where were the Ghadar revolutionaries who became active during the outbreak of the World War First based? Where were the Ghadar revolutionaries who became active during the outbreak of the World War First based? A. Central America, B. North America, C. West America, D. South America. Answer B. North America. 710. The significance of the Bengal Regulation of 1793 lies in the fact that A. It restricted the application of English law to Englishmen only. B. It provided for the appointment of the Indian Law Commission. C. It provided for the establishment of the Supreme Court. D. It accommodated the personal laws of Hindus and Muslims. Answer A. It restricted the application of English law to Englishmen only. Answer A. It restricted the application of English law to Englishmen only. 710. The significance of the Bengal Regulation of 1793 lies in the fact that A. It restricted the application of English law to Englishmen only. B. It provided for the appointment of the Indian Law Commission. C. It provided for the establishment of the Supreme Court. D. It accommodated the personal laws of Hindus and Muslims. Answer A. It restricted the application of English law to Englishmen only. Answer A. It restricted the application of English law to Englishmen only. 711. The Simon Commission was adopted in 1927 to A. Report on the working of the Act of 1909. A. Report on the working of the Act of 1909. B. Inquire about Chauri Chaura incident. C. Grant powers to Indian leaders. D.
Inquire into the working of the system of government and development of representative institution in British India. Answer D. Inquiry into the working of the system of government and development of representative institution in British India. എൻ്റെ സൗണ്ട് ഒന്ന് പോയി, ദയവേത് ക്ഷമിക്കുക. ഇനി ഒരിക്കൽ കൂടി പറയണത് 711. The Simon Commission was adopted in 1927 to a report on the working of the Act of 1909. B. Inquire about Chowri Chowra incident. C. Grant powers to Indian leaders. D. Inquire into the working of the system of government and development of representative institution in British India. Answer D. Inquire into the working of the system of government and development of representative institution in British India. 712. The Swadeshi movement was specially marked by the A. Indians becoming aware of economic exploitation by the Britishers. B. Active participation of women in the movement. C. Opening of several cottage industries. D. Hatred towards British industrialists. D. Hatred towards British industrialists. Answer B. Active participation of women in the movement. Answer B. Active participation of women in the movement. 713. The Swadeshi movement was started by A. Stopping migration to other countries. B. Boycotting foreign goods. C. Speaking Hindi only. D. Taking interest in Indian culture. Answer B. Boycotting foreign goods. 714. The Swaraj Party was founded by A. C.R. Das. B. Motilal Nehru. C. Vallabhbhai Patel. A. B and C only. B. A and B only. C. A, B and C. D. C only. Answer B. A and B only. Answer B. A and B only. A. C.R. Das. B. Motilal Nehru. 715. The system of budget was introduced in India during the Viceroyalty of A. Dalhousie. B. Canning. C. Elgin. D. Ripon. Answer A. Dalhousie. 715. The system of budget was introduced in India during the Viceroyalty of A. Dalhousie. B. Canning. C. Elgin. D. Ripon. Answer A. Dalhousie. 716. The Vernacular Presses Act of 1878 was repealed by A. Lord Ripon. B. Lord Minto. C. Lord Curzon. D. Lord Lytton. Answer D. Lord Lytton. 716. The Vernacular Presses Act of 1878 was repealed by A. Lord Ripon. B. Lord Minto. C. Lord Curzon. D. Lord Lytton. Answer D. Lord Lytton. 717. The word Adivasi was used for the first time to refer to the tribal people by. The word Adivasi was used for the first time to refer to the tribal people by A. B.R. Ambedkar. B. Mahatma Gandhi. C. Jyotiba Phule. D. Thakkar Bappa. D. Thakkar Bappa. Answer C. Jyotiba Phule. 717. The word Adivasi was used for the first time to refer to the tribal people by. The word Adivasi was used for the first time to refer to the tribal people by A. B.R. Ambedkar. B. Mahatma Gandhi. C. Jyotiba Phule. D. Thakkar Bappa. Answer C. Jyotiba Phule.
ആൻസർ സി ജ്യോതിബ ഫുലെ. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കുക. 718. Theosophist, educationist and Indian national leader who fits his description. A. Madan Mohan Malavya. B. Srinivasa Shastri. C. Annie Besant. D. Shyama Prasad Mukherjee. Answer C. Annie Besant. 718. Theosophist, educationist and Indian national leader who fits his ഒന്നുകൂടി പറയാണ്. 718. Theosophist, educationist and Indian national leader who fits this description. A. Madan Mohan Malavya. B. Srinivasa Shastri. C. Annie Besant. D. Shyama Prasad Mukherjee. Answer C. Annie Besant. 719. Who established to promote the cause of Indian independence the Home Rule Society, popularly called India House, was established in London. A. Madan Lal Dhingra. B. V.D. Savarkar. C. Shyamji Krishnavarma. D. Lala Hardayal. Answer A. Madan Lal Dhingra. Answer A. Madan Lal Dhingra. 720. Universities in the Presidency towns in India were established in A. 1857. B. 1858. C. 1900. D. 1909. Answer A. 1857. 721. Vallabhbhai Patel was born at A. Nadiad. B. Ahmedabad. C. Baroda. D. Borsad. Answer C. Baroda. 722. Vande Mataram was first sung at the session of the Indian National Congresses in A. 1886. B. 1892. C. 1896. D. 1904. Answer C. 1896. 722. Vande Mataram was first sung at the session of the Indian National Congresses in A. 1886. B. 1892. C. 1896. D. 1904. Answer C. 1896. 723. What was the important element in the strength of the 1857 revolt? A. Leadership of Nana Sahib. B. Leadership of Rani of Jhansi. C. Support of Bahadur Shah. D. Hindu-Muslim unity. Answer D. Hindu-Muslim unity. 724. 724. What was the main aim of the Home Rule movement? A. To remove British rule. B. To turn out Britishers. C. To keep unity among Hindus and Muslims and fight for freedom. D. To attain self-government within the British Empire. Answer B. To turn out Britishers. 725. What was the primary effect of the Western conquest and Western culture on the new social awakening in India? What was the primary effect of the Western conquest and Western culture on the new social awakening in India? A. It made them realize the superiority of Western thought. B. It exposed the weaknesses and decay in Indian society. C. It made them realize the superiority of Western technology. D. It brought the Indian society in contact with the Christian ideas. Answer C. It made them realize the superiority of Western technology. Answer C. It made them realize the superiority of Western technology. 726. When was Goa liberated from the Portuguese? A. 1950.
B 1947, C 1961, D 1964. Answer C 1961. Answer C 1961. 727. When was the doctrine of Swadeshi first preached and why? A. In 1866 to serve the Indian economy. B. In 1866 to generate a feeling of patriotism. Patriotism. C. In 1870 to protect Indian industries against the onslaught of British manufacturers. C. In 1870 to protect Indian industries against the onslaught of British manufacturers. D. In 1876 to create a feeling of India 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 Indianization. Answer D. In 1876 to create a feeling of Indianization. ഒരിക്കൽ കൂടി പറയാം. 727. When was the doctrine of Swadeshi was preached and why? A. In 1866 to save the Indian economy. B. In 1866 to generate a feeling of patriotism. C. In 1870 to protect Indian industries against the onslaught of British manufacturers. D. In 1876 to create a feeling of Indianization. Answer D. In 1876 to create a feeling of Indianization. 728. When was the Indian national calendar adopted? A. 26 January 1940. B. 15 August 1947. C. 26 January 1926. D. 22 March 1957. Answer B. 15 August 1947. 729. Who among the following started the newspaper called the Voice of India? A. Bikaji Kama. B. Dadabhai Naoroji. C. Lala Hardayal. D. V.D. Savarkar. Answer D. V.D. Savarkar. 730. Which important event immediately preceded the Jallianwala Bagh massacre? A. Rowlatt Act enactment. B. Communal Award. C. Simon Commission. D. Quit India Movement. Answer A. Rowlatt Act enactment. Answer A. Rowlatt Act enactment. 731. Which of the following is correctly matched? A. Salt Satyagraha 1929. B. Surat Split 1905. C. Jallianwala Bagh massacre 1921. D. Non-cooperation movement 1920. Answer D. Non-cooperation movement 1920. 732. Which of the following is not correctly matched? A. Jawaharlal Nehru. A bunch of old letters. B. Surendranath Banerjee. A nation in making. C. M.K. Gandhi. Hindu Swaraj. D. Abdul Kalam Azad. Indian Swaraj. Answer B. Surendranath Banerjee. A nation in making. 732. Which of the following is not correctly matched? A. Jawaharlal Nehru. A bunch of old letters. B. Surendranath Banerjee. A nation in making. C. M.K. Gandhi. Hindu Swaraj. D. Abdul Kalam Azad. Indian Swaraj. Answer B. Surendranath Banerjee. A nation in making. 733. Which of the following national leaders powerfully stressed the Swaraj as the goal of Indian people? A. Dadabhai Naoroji. B. W.C. Banerjee. C.
Badruddin Tayabji. C. Badruddin Tayabji. D. R.M. Sayani. Answer B. W.C. Banerjee. 733. Which of the following national leaders powerfully stressed the Swaraj as the goal of Indian people? A. Dadabhai Naoroji. B. W.C. Banerjee. C. Badruddin Tayabji. C. Badruddin Tayabji. D. R.M. Sayani. D. R.M. Sayani. Answer B. W.C. Banerjee. Answer B. W.C. Banerjee. 734. 734. Which of the following newspapers, journals was not from Bengal? A. Yugandhar. B. Kal. C. Bandi Jeevan. D. Doomaketu. Answer D. Doomaketu. 734. Which of the following newspapers, journals was not from Bengal? A. Yugandhar. B. Kal. C. Bandi Jeevan. D. Doomaketu. Answer D. Doomaketu. 735. Consider the following statements. 1. In the first roundtable conference that met in November 1930, Congresses had no representative. 2. Mahatma Gandhi was chosen as the sole representative of the Congresses at the second roundtable conference held in September-December 1931. 735. Consider the following statements. 1. In the first roundtable conference that met in November 1930, Congresses had no representative. 2. Mahatma Gandhi was chosen as the sole representative of the Congresses at the second roundtable conference held in September-December 1931. Which of the statements given above are correct? A. 1 only. B. 2 only. C. Both of 1 and 2. D. Neither 1 nor 2. Answer C. Both of 1 and 2. Answer C. Both of 1 and 2. 1. In the first roundtable conference that met in November 1930, Congresses had no representative. 2. Mahatma Gandhi was chosen as the sole representative of the Congresses at the second roundtable conference held in September-December 1931. 1. In the first roundtable conference that met in November 1930, Congresses had no representative. 2. Mahatma Gandhi was chosen as the sole representative of the Congresses at the second roundtable conference held in September-December 1931. 736. Which one of the following newspapers, journals was from Maharashtra? A. Kranti. B. Atmashakti. C. Saradi. D. Sandhya. Answer C. Saradi. Sorry, spelling mistake. Answer C. Sarathi. Answer C. Sarathi. 736. Which one of the following newspapers? 736. Which one of the following newspapers, journals was from Maharashtra? A. Kranti. B. Atmashakti. C. Sarathi. D. Sandhya. Answer C. Sarathi. Which one of the following newspapers, journals was from Maharashtra? A. Kranti. B. Atmashakti. C. Sarathi. D. Sandhya. Answer C. Sarathi. Answer C. Sarathi. 737. Which school of religion started in 1867 was basically anti-British? A. Wahhabi. B. Deoband. C. Aligarh. D. Farasi. Answer B. Deoband. 737. Which school of religion started in 1867 was basically anti-British? A. Wahhabi. B. Deoband. C. Aligarh.
ഡി ഫരാസി. ആൻസർ ബി ദിയോബാൻഡ്. 737. Which school of religion started in 1867 was basically anti-British? A. Wahhabi, B. Deoband, C. Aligarh, D. Farasi. Answer B. Deoband. Answer B. Deoband. 738. Which was the first political association to be started in India and where? A. East India Association in 1866. B. Landholders Society at Calcutta in 1838. C. Pune Sarvajanik Sabha in 1870. D. Indian Association in Bengal in 1876. Answer D. Indian Association in Bengal in 1876. 738. Which was the first political association to be started in India and where? A. East India Association in 1866. B. Landholders Society at Calcutta in 1838. C. Pune Sarvajanik Sabha in 1870. D. Indian Association in Bengal in 1876. Answer D. Indian Association in Bengal in 1876. Which was the first political association to be started in India and where? A. East India Association in 1866. B. Landholders Society at Calcutta in 1838. C. Pune Sarvajanik Sabha in 1870. D. Indian Association in Bengal in 1876. Answer D. Indian Association in Bengal in 1876. Answer D. Indian Association in Bengal in 1876. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഇതുവരെ ക്യാമറ ക്ലാരിറ്റി പോയിട്ടില്ല, പിന്നെ മൈക്ക് ഓഫായിട്ടില്ല. ഇനിയിപ്പോൾ എന്താവും നമുക്കറിയില്ല. ഏകദേശം 2 മണിക്കൂറോളൊക്കെ ആയി നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഇന്നധികം എക്സ്പ്ലനേഷനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് പറയാൻ സാധിച്ചു എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു മാച്ച് ദ ഫോളോയിങ് ഒക്കെ. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് ആണ്, അല്ല വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെയും പിന്നെ 1 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മുന്നുള്ള വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക ദയവ് ചെയ്തിട്ട്, അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ആൻസേഴ്സ് മാത്രമേ നമുക്ക് ചെയ്യാനാവുള്ളൂ. ഇതാണ് ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ്.
നിങ്ങൾക്ക് CSET-ക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. കാരണം ഇത് ഇത്രയും വരുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. അല്ലാണ്ട് ഇന്നും നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെ മാത്രം ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കംഫർട്ടബിൾ ആണ് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോനും ഇത് ഉപകരിക്കും എന്തായാലും. ഇനി ക്വസ്റ്റ്യൻസും എല്ലാം ചേർത്ത് ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യും. നമ്മുടെ മൈക്ക് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ സൗണ്ട് ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമുക്ക് 2 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. എന്നാലും ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അങ്ങ് ക്ലാസ് എടുത്ത് പോകുന്നതാണ്. എന്തായാലും ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ. ഇത്രയാണ് നമ്മുടെ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ്. നല്ല രീതിയിൽ തന്നെ CSET-ക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളെല്ലാ വീഡിയോസിലും ഇതുപോലെ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമത്. പിന്നെ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സിന് നമ്മൾ ടിക്ക് ചെയ്തേക്കണ ആൻസറിനേക്കാളും ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരവസ്ഥ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാനുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് മൈക്കിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് പറയാനാവില്ല. നമ്മൾ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയും. അത് നമ്മുടെ വീഡിയോസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് നേരിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കാനും. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുമുണ്ട്, അപ്പോൾ ദയവേത് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ നമ്മുടെ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കുക, ഒരിക്കലും മറക്കരുത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 23/12/2024 രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. നമ്മളെ ക്ലാസ് എടുത്തേക്കാൻ തന്നെ നമ്മൾ സൗണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് സൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ. അപ്പോൾ വളരെ നല്ല വീഡിയോസാണ്. എല്ലാ വീഡിയോസും വളരെ നല്ലതാണ്. എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും പിന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും എല്ലാവരും നല്ല വീഡിയോസ് തന്നെയാണ്. വളരെയധികം ഫാൻറ്റാസ്റ്റിക്കും അതുപോലെ തന്നെ ഫ്രഷ്നെസ്സും ഒക്കെ മനസ്സിന് പ്രദാനം ചെയ്യുന്ന വീഡിയോസാണ്. സോങ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹെഡ്ഫോൺ വെച്ചൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കാം.
വീഡിയോസിനെ കുറിച്ച് എന്ന് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യണ നമ്മുടെ ഈ ക്ലാസ് ആയിട്ടുള്ള വീഡിയോസ് അല്ല, എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് അത് പറയാനാവില്ല. അത് നിങ്ങൾ അത് വാച്ച് ചെയ്യാതിരുന്നാൽ ഭയങ്കര നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് നല്ല വീഡിയോസാണ്. നമ്മൾ അത്രയും പറയണമെങ്കിൽ അത്ര എത്തിയിട്ടാണ്, അത്രയും പെർഫെക്റ്റും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്ന വീഡിയോസാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാനാവുള്ളൂ. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ആ വീഡിയോസ് എന്തായാലും താല്പര്യമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയ്ക്കും ഔട്ട്സ്റ്റാൻഡിങ് ആണ് വീഡിയോസൊക്കെ. അപ്പോൾ ദയവേത് വാച്ച് ചെയ്യാം. നമ്മളെല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, കാരണം നേരിട്ട് നമ്മൾ പറയണമായിരുന്നു കൊണ്ട് തന്നെ. അപ്പം എന്തായാലും കുറേ പേരൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് വാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ 46, 70 സംതിങ് അങ്ങനെയൊക്കെ കുറവാണ് വ്യൂസ്. എന്നാലും നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് അങ്ങ് നമുക്കത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഭയങ്കര വലിയൊരു വ്യൂവേഴ്സ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എല്ലാവരും കാണാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കത് പറയാണ്ടിരിക്കാനാവില്ല. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് വാച്ച് മൈ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ്, അത്ര പറയാനുള്ളൂ. അത്രയും സൂപ്പർ വീഡിയോസാണ്. എന്തായാലും ഞാൻ നല്ലൊരു പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്തായാലും രാത്രി ചെയ്ത ഈ CSCT വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.